എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗ്രൂപ്പ് ക്രിയേഷൻസ് എന്ന ബാനറിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ജെറിയുടെ ആൺമക്കൾ എന്ന ഈ കൊച്ചു വലിയ മലയാള സിനിമ. ഇതിന്റെ ആദ്യത്തെ ഒരു പ്രത്യേകത ഷെജിമതോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ എന്ന രീതിയിൽ ഞാൻ പുതുമുഖാണ്, എൻ്റെ ഡെബ്യൂട്ടാണ് ഇത്. പക്ഷെ ഒരുപാട് ശ്രേഷ്ഠ കലാകാരന്മാർ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാരെ കോർത്തിറക്കി, അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ മെമ്പേഴ്സിനെ കോർത്തിറക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ബേസിൽ ചെയ്ത സിനിമയാണ് ജെറിയുടെ ആൺമക്കൾ. ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രസ് മീറ്റിന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വന്ന് പങ്കെടുക്കാൻ മാത്രമല്ല, ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഇതിനെ അനുഗ്രഹമാക്കിയിട്ടുള്ള ഷാജീസിനോട് ഞാൻ എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഇതില് 3 സോങ്ങാണ് നമുക്കുള്ളത്. ഇതൊരു ടൈറ്റിൽ ഇംഗ്ലീഷ് സോങ്, പിന്നെ ഒരു മലയാളം സോങ്, പിന്നെ വേറൊരു മലയാളം ഒരു ഡ്രീം സീക്വൻസ് സോങ്. അങ്ങനെ 2 മലയാളം ഒരു ഇംഗ്ലീഷ് സോങ് ആണ് ഈ മൂവിയിലുള്ളത്. അത് 3ഉം ചെയ്തു തന്നത് റിച്ചൻ കോഴിക്കാട് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ. അപ്പം ഞാൻ സംഗീതവും മേഖലയിലേക്ക് മാറിയിട്ടു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട നായക കഥാപാത്രം വേഷം ചെയ്തിരിക്കുന്നത് ഡോക്ടർ സുരേഷാണ്. അദ്ദേഹം ആക്ടിങ്ങിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. എന്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഐശ്വര്യ നമ്പ്യാറാണ്. ക്ലാര എന്ന് പറഞ്ഞ വേഷം ചെയ്തിരിക്കുന്നത് ഡാൻസർ ഐശ്വര്യ നമ്പ്യാർ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഐശ്വര്യനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ സിനിമയിൽ അത് ഞാൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അജിത്തേട്ടനെ നിങ്ങൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ചെറിയ വേഷമാണെങ്കിൽ പോലും ത്രൂ ഔട്ട് മൂവിയിൽ അജിത്തേട്ടനുണ്ട്. അജിത്തേട്ടൻ തരുന്ന ഇമ്പാക്ട്, അജിത്തേട്ടന്റെ അനുഭവം, അല്ലെങ്കിൽ ആ സിനിമയിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന വേഷം, അത് കൊടുത്തിരിക്കുന്ന അതിന്റെ ആ ഒരു വെയിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ്. അത് നിങ്ങൾ സിനിമയിൽ തിയേറ്ററിൽ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. ഈ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ, അതിന്റെ കഥ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു വാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ കഥാപശ്ചാത്തലത്തെ ഒതുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന പ്രവാസിയുടെ കഥയായിട്ടാണ്, പക്ഷെ പ്രവാസിയല്ല, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ജെറി എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം കുറച്ച് നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തന്റെ ഭാര്യയും മക്കളെയും കാണാനായി വരികയും, എന്നാൽ ആ ഇടവേള അദ്ദേഹത്തിന് കൊടുത്ത, ആ ഇടവേള അദ്ദേഹത്തിന് സമ്മാനിച്ച ഒരു ദൈന്യത, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല്, അദ്ദേഹം ആ വീട്ടിൽ വരുമ്പോൾ ഒരു സ്ട്രേഞ്ചറായി മാറുന്ന, ഒരു ഗസ്റ്റായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോ കുറച്ചു നാൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ വീട്ടുകാർ നമ്മളോട് ചോദിക്കാണ്, ചോദിക്കുന്ന ഒരവസ്ഥ, നീ ആരാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ ഒരു എലമെന്റ് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്, നേരത്തെ പല ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രവാസി അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ജെറി, അദ്ദേഹം അത് ഈ ഒരു കണ്ടന്റ് പറഞ്ഞെങ്കിലേ ഉള്ളൂ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹം വിദേശത്തായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന സമയത്ത്, നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് ലവ് ഷെയറിങ്, അത് നമ്മുടെ ഡിജിറ്റൽ ലവ് ആണ് അല്ലെ. നമ്മൾ വാട്സാപ്പിൽ 100 തവണ ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരുതരം ഡിജിറ്റൽ ലവ് ആണ്. ആ ഡിജിറ്റൽ ലവിനെ നമുക്ക് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഡിജിറ്റൽ ലവ് കൊടുക്കുന്നതിനേക്കാളൊക്കെ വളരെ ഉപരിയാണ് നമ്മൾ നേരിട്ട് കണ്ട ഒരു ഫിസിക്കൽ ഹഗ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു ഡിജിറ്റൽ ലവ് ഷെയർ ചെയ്യുന്നത് ഈ ജെറി ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്റെ മക്കളെ ഫോണിലൂടെ വിളിക്കുന്നുണ്ട്, വീഡിയോ കോളിലൂടെ വിളിക്കുന്നുണ്ട്. ആ വീഡിയോ കോളെല്ലാം വിളിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിലെത്തുമ്പോ അദ്ദേഹത്തിനോട് ഇളയ കുട്ടി മൂത്ത കുട്ടിയോട് ചോദിക്കുകയാണ്, നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന
ആ ഫാദർ തന്നെയാണോ ഈ ഫാദർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത കുട്ടി ഇളയ കുട്ടിയോട് പറയാണ്, യെസ്, നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന അതേ ഫാദർ തന്നെയാണ് ഈ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഫാദർ. അവിടെയും ജെറിയുടെ പതനം തീരുന്നില്ല. അപ്പോൾ ആ ഇളയ കുട്ടി ജെറിക്ക് ഷെയ്ക്കാൻ കൊടുക്കണം. എന്താ ഷെയ്ക്കാൻ കൊടുക്കുന്നത്? ഹലോ പപ്പ. ഈ ഹലോ പപ്പ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ, വിദേശ രാജ്യങ്ങൾ നമ്മൾ ഒരു വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹലോ എന്ന് വാക്ക്, അല്ലെ? അപ്പൊ സ്വന്തം വീട്ടില് അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ആ ഇളയ കുട്ടി സ്വീകരിക്കുകയാണ്, ഹലോ പപ്പ എന്ന് പറഞ്ഞു. അവിടെ മുതൽ ജെറിയുടെ ട്രാവൽ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വത്വം, ഞാൻ ആരാണ്, എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് എനിക്ക് പറ്റിയത്, ഞാൻ എങ്ങനെയാണ് ഈ സ്നേഹം തിരിച്ചറിയേണ്ടത് എന്ന് അദ്ദേഹം ഈ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അതിന്റെ ഒടുവിൽ അദ്ദേഹം തിരിച്ചറിയാണ്, ഞാനാണ് തെറ്റ് അല്ലെങ്കിൽ നീയാണ് തെറ്റ് എന്ന് തിരിച്ചറിയും. സ്വന്തം സ്നേഹം ഞാൻ എൻ്റെ ലാപ്ടോപ്പിലോ എൻ്റെ ഫയലുകളിലോ എൻ്റെ ജോലി സ്ഥലത്തോ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിനൊക്കെ അപ്പുറത്ത് ഞാൻ എൻ്റെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ആ ഒരു കഥാബീജത്തെ ഞങ്ങൾ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന രൂപത്തിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇതാണ് ജെറിയുടെ ആൺമക്കളെ മൊത്തത്തിൽ പറഞ്ഞാലുള്ള ഒരു കഥയുടെ പാത്രം. ഓക്കെ, നമസ്കാരം. വളരെ സന്തോഷം എല്ലാവരും നമ്മളെ കേൾക്കാനോട് വന്നതാണ്. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറായ ജെറിയായി അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. കാരണം ഒരു മോഹിപ്പിക്കുന്ന കഥാപാത്രം, ഒരുപക്ഷെ ഒരുപാട് സീനിയറായ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നടൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തോന്നുന്നത്, ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഇമോഷണൽ ഡൈനാമിക്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യമായി ചെറിയ കുട്ടി, പക്ഷെ ചെറിയ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇയാൾ വിദേശത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ പ്രായം 4 വയസ്സോ 5 വയസ്സോ ഉണ്ടെന്ന് വെച്ചോളൂ. ആദ്യമായിട്ടായിരിക്കും ഈ അപ്പനെ കാണുന്നത്. ചിലപ്പോൾ വീഡിയോ കോൾ വഴി കണ്ടിട്ടുണ്ടാവും. പക്ഷെ വീഡിയോ കോളിൽ കാണുന്ന ആ സറിയലി അല്ല, അല്ലെങ്കിൽ അയാഥാർത്ഥ്യമായ ഒരു ക്യാരക്ടറിൽ നിന്ന് റിയലായ അപ്പനെ കാണുമ്പോൾ മോനെ സംശയം തോന്നുന്നു. ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് തന്നെയാണോ നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആള് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ പുള്ളിയുടെ തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ വന്നത് ഇടയ്ക്കെപ്പോഴും ക്ലാരയോട് ജെറി വളരെ ഇന്റൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ക്ലാര നിനക്ക് എന്ത് പറ്റി, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഒരു പക്ഷേ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ്, അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഒരിക്കലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജെറി പോകുന്നത് ഒരു ഡ്രാമാറ്റിക്കൽ സിറ്റുവേഷനായ സെന്റിമെന്റ്സിലൂടെയാണെങ്കിൽ ആ സിനിമയുടെ മൂഡ്, അപ്പോഴത്തെ മൂഡ് സെന്റിമെന്റ്സും, ജെറി കടന്നു പോകുന്ന ഒരു ഫൺ മൂഡിലാണെങ്കിൽ അപ്പോ സിനിമയുടെ മൂഡ് ഫണ്ണും, തൊട്ടപ്പുറത്ത് പോകുന്ന ഒരു ഡ്രാമാറ്റിക്കൽ സിറ്റുവേഷൻ ആയ ഒരു ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ പോവാണെങ്കിൽ അപ്പോ ആ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമോഷണൽ ട്രാവലിംഗ് ആണ്. ഒരു 30 ദിവസത്തെ ലീവിന് വന്ന ജെറിയുടെ ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. കാരണം ഇമോഷൻ ബേസ്ഡ് സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. ഇപ്പൊ നോബിയുടെ ട്രാക്ക് ഫുൾ കോമഡിയാണ്. നോബി എന്ന് പറയുന്നത് ജെറിയുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ചോദിക്കും, വെറും ഫ്രണ്ടായിട്ട് മാത്രമായി നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഇല്ല, ജെറിക്ക് ഈ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, നോബിയുടെ ക്യാരക്ടറും പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിനിമ എല്ലാവരും പോയി കാണണം. കാരണം വെച്ചാൽ ജെറിയുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സുകളുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ ഉണ്ട്. കാരണം ആക്ടിങ്ങിൽ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ റീക്രിയേഷൻ ഓഫ് ആക്ടിങ് ആണ്. അപ്പൊ നമ്മൾ തോന്നുന്നു നമ്മളെ ഈ ലൈഫ് നമ്മളെ, ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ ഞാൻ പോകേണ്ട വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ക്രൈസിസിലൂടെയും എന്നാൽ വളരെ മേക്ക് ബിലീഫ് ചെയ്യുന്ന ഒരുപാട് ഫൺ മൂവ്മെന്റ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പടം കാണണം. കണ്ടിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡുകളെല്ലാം ഭയങ്കര ഹൈലി ടാലന്റുള്ള ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സിനിമ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ കണ്ടന്റ് ആണ് നമ്മുടെ സെൽ വാല്യൂ. ദയവേത് നിങ്ങൾ കണ്ടന്റ് മനസ്സിലാക്കി പോയി കണ്ടാൽ മാത്രമേ ഇത് സെൽ വാല്യൂ ആണോ, നിങ്ങളുടെ റിലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കണ്ട് പടത്തിന്റെ അഭിപ്രായം പറഞ്ഞു ഇതിന്റെ ഒരു നല്ല ഓപ്പൺ ഡിസ്കഷൻ വരട്ടെ. ഇതിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യൂ പ്ലീസ്.
അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്. ദയവേത് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജെറിയുടെ ആൺമക്കൾ മൂവിയിലെ ക്ലാര എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ജെറിയുടെ വൈഫായിട്ട്. ഇതിൽ സുരേഷ് ജെറിയുടെ സൈഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ഈ ഫസ്റ്റ് ഞാൻ എൻ്റെ ഡയറക്ടറോട് നന്ദി പറയുന്നത് എന്നെ ക്ലാര ഏൽപ്പിച്ചത്, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. അത് ഞാൻ ഭംഗിയായി ചെയ്തിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് സാർ എൻ്റെ അടുത്ത് അത് കഥ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ അച്ഛൻ ഒരു പ്രവാസിയായിരുന്നു, അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. അപ്പൊ ഞങ്ങൾ 2 മക്കളുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുത്ത് അച്ഛൻ വർഷത്തിലൊരിക്കൽ വരുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നതും അമ്മ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതും അമ്മയോട് അറ്റാച്ച്മെന്റ് കൂടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിക്കകത്തുണ്ട്. അപ്പൊ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് അതാണ്. കാരണം ഞാൻ ഫേസ് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റി, ഈ കഥയിൽ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾക്കും പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ മൂവി കാണുമ്പോൾ തന്നെ. അതുകൊണ്ട് 19th റിലീസ് ആവുന്ന ഈ മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജെറിയുടെ ആൺമക്കൾ സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജെറിയുടെ ഒരു ഫ്രണ്ടായിട്ടാണ് ചെയ്യുന്നത്. പ്രവാസിയായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് ഗതി കിട്ടാത്ത ഒരു ലോട്ടറി കച്ചവടക്കാരനായിട്ട് നടക്കുന്ന ഒരു ആളായിട്ടാണ്. അപ്പൊ ജെറിയുടെ കുറെ പൈസയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ജെറി എന്നെ കാണുന്നു, ജെറിയെ ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ പോകുന്നു. അങ്ങനെ ഒരു കൂട്ടി പോകുന്നു. എന്തായാലും ഞാൻ കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്ര ഇമോഷണായിട്ട് ഞാൻ കരഞ്ഞ് അഭിനയിച്ച ഒരു പടമാണ്. കാരണം ഞാനത് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഡബ് ചെയ്യാൻ നേരത്തെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളത്. ഡബ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അതുപോലെ കരയാൻ പറ്റിയില്ല സ്റ്റുഡിയോയിൽ നിന്ന്. അപ്പോൾ സാജു എന്നോട് പറഞ്ഞു, ഇത് അജിത്ത് ചെയ്തോ, അജിത്ത് തന്നെ ചെയ്യും. ഞാനത് എൻ്റെ ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പടം 19 റിലീസാവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അഭിപ്രായങ്ങൾ പറയും, നല്ല അഭിപ്രായങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇതൊരു സുഖിയായിരിക്കില്ല. എനിക്ക് പ്രത്യേകിച്ച് സിനിമയെ കുറിച്ചൊന്നും അറിയില്ല, എങ്കിലും ഇതൊരു ലൈഫുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജിജോ സംസാരിച്ചിട്ടുള്ളപ്പോൾ വെറുതെ ഒരു റെസ്പോണൻ്റ് ആയിരുന്നു. ആ കഥ കേട്ടപ്പോൾ ഞാൻ ഇതേപോലെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ, അത് ഐ തിങ്ക് ഈ സിനിമയ്ക്ക് ഒരു ലൈഫാണ് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്. പ്രത്യേകം ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വിശുദ്ധമായ പാട്ട് എഴുതാൻ പറ്റിയത്. ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. ജിജോ ഒരു കൊച്ചു കാര്യം പറഞ്ഞു, ഇതൊരു ചെറിയ വലിയ സിനിമയാണ്. ബൈബിൾ പറയുന്നുണ്ട്, എന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെ ഇന്നത്തെ അന്ത്യം മഹത്തരമായിരിക്കും. അപ്പൊ അങ്ങനെ ലൈഫുള്ള ഒരു സിനിമയായിരിക്കട്ടെ, അതൊരു മഹത്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടട്ടെ, മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാകട്ടെ, നല്ലൊരു വിലയിരുത്തൽ, സത്യമുള്ള വിലയിരുത്തൽ ഉണ്ടാകട്ടെ. തീർച്ചയായും അഭിനന്ദിക്കുന്നു, പാടുന്ന ജിജുവെ അഭിനന്ദിക്കുന്നു, എല്ലാവരെയും ഞാനും അഭിനന്ദിക്കുന്നു. താങ്ക് യു. ആദ്യം തന്നെ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ടു ഗോഡ്. പിന്നെ ഡയറക്ടർ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന സാധനം എനിക്ക് തന്നതിന് വെരി താങ്ക്ഫുൾ. ആദ്യം എല്ലാം പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള, ഞാൻ ഈ പാട്ടിലോട്ട് വരുന്നത് തന്നെ അമ്മ പള്ളിയിൽ കൊയറിലെ സിംഗറായിരുന്നു. അപ്പോൾ അപ്പോൾ കുർബാന നടക്കുമ്പോഴൊക്കെ എന്നെ കൊയറിന്റെ അവിടെ കിടത്തി, അങ്ങനെ അവിടെ കിടന്ന് കുഴപ്പമില്ല, അവിടെ കിടന്ന് ഞാൻ തുടങ്ങി. പിന്നെ പയ്യെ ഇച്ചിരി ഹൈറ്റ് ആയപ്പോൾ കീബോർഡിലൊക്കെ തുടങ്ങി. അങ്ങനെ കൊയറിൽ ചെയ്തതാണ് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളതും പള്ളിയിൽ പെർഫോം ചെയ്തിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെ പാട്ട് ഷാജിചന്ദ്രന്റെ കുറെ പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ അന്ന് തൊട്ടേ അച്ഛൻ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ഇതുപോലത്തെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ പാട്ടുകൾ ഭയങ്കര പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാ പാട്ടുകളും. അപ്പൊ അന്ന് തൊട്ടേ ഒരു വലിയ മനുഷ്യനെ പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഷാജിന്റെ കൂടെ പിന്നെ ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റാന്ന് എനിക്കത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. കാരണം അതുപോലെ കണ്ട അച്ഛനാണ്. അതിനുശേഷം എനിക്ക് ഒരു സ്റ്റേജ് വെച്ച് എനിക്ക് സമ്മാനമൊക്കെ തരുന്നുണ്ടായി അച്ഛൻ. പക്ഷെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവം എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതിന് ഡയറക്ടർ സാറിന് ഭയങ്കര താങ്ക് യു. പിന്നെ എനിക്കിപ്പോ 20 വയസ്സാണ്. പക്ഷെ ഞാൻ പടത്തിൽ ഇന്നാവുമ്പോൾ എനിക്ക് 17 വയസ്സായിരുന്നു. ഞാൻ അപ്പോ എന്നെ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇംഗ്ലീഷ് ലിറിക്സ് ഉണ്ടാക്കി ഈ ഡയറക്ടർ എനിക്ക് അയച്ചു തന്ന് ഞാൻ വെറുതെ സ്കൂൾ ടൈമിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വെറുതെ അന്ന് ചെയ്ത ട്യൂണാണ് ഇംഗ്ലീഷ് ഇതിന്റെ ടൈറ്റിൽ സോങ്. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര ക്ലാസ് റൂം വലിയ ശ്രദ്ധിക്കൊന്നുമില്ല, ഫുൾ ടൈം കീബോർഡ് തന്നെ വായിച്ചോണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു കൂടുതലും. അപ്പൊ ഇത് ലിറിക്സ് കണ്ടപ്പോ ലിറിക്സ് ആണ് ഞാൻ കിട്ടിയത്. ലിറിക്സ് കണ്ടപ്പോ ഞാൻ പാട്ട് ഫുള്ളോടെ തന്നെ പ്രോഗ്രാം ചെയ്ത് ഞാൻ തന്നെ ചുമ്മാ പാടി അങ്കിളിന് അയച്ചു കൊടുത്തു. അപ്പൊ അയച്ചു കൊടുത്തപ്പോ എനിക്ക് മൂവിയിലെ പാട്ടൊന്നും അറിഞ്ഞൂടായിരുന്നു. അന്ന് ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമിങ് ഇൻസ്റ്റാഗ്രാമിൽ പരിപാടികൾ റീൽസ് അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മൂവിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്തു. അത് പിന്നെ അത് മൂവിയാണെന്ന് പറഞ്ഞു വരുന്നു. പിന്നെ നമ്മള് നല്ല ആൾക്കാരെ വെച്ച് പാടിക്കുന്നു. അപ്പൊ അന്ന് 17 വയസ്സിൽ അത് ചെയ്തോ ഭയങ്കര താങ്ക്ഫുൾ ആണ്. അന്ന് എനിക്ക് ആ പൈസ ഞാൻ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചത്. അന്ന് 17 വയസ്സിൽ 3 പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി പാട്ടുകൾ തന്നു. 3 പാട്ട് ആ പൈസ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളോടെ പ്രോഗ്രാമിങ് ചെയ്ത് തീർത്ത് ഫൈനൽ ആക്കുന്നതും 17ാമത്തെ വയസ്സിൽ തന്നെയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര എന്റെ ഇനി അങ്ങോട്ടുള്ള ഒരു ഇതിലും ഭയങ്കര ഒരു ഇത് തന്നെ ആയിരിക്കും. എനിക്ക് പറയാം 17ാം വയസ്സിൽ നല്ല 3 പാട്ട് ചെയ്തത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താ ചെയ്തത്. ഇപ്പൊ കേൾക്കുമ്പോഴും ഭയങ്കര എടുത്ത എഫേർട്ട് നന്നായിട്ട് ഔട്ട് വന്നിട്ടുണ്ട്. മൂവിനെ പറ്റി എനിക്ക് ഒത്തിരി അറിയില്ല. ഞാൻ കുറച്ച് സീൻസ് പ്രിവ്യൂ സമയത്ത് കണ്ടുള്ളൂ, മിക്സിന്റെ സമയത്ത് ഞാൻ കണ്ടുള്ളൂ. അപ്പൊ എനിക്ക് കണ്ട അത്രയും ഒരു പാട്ട് വർക്കായ പോലെ തോന്നി, നന്നായിട്ട് തോന്നി. ഇപ്പൊ 19-ാം തീയതി പടം കാണാൻ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്, എല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പോ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്നെ പോലെയുള്ള ഇതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സപ്പോർട്ടാണ്, ട്രസ്റ്റും സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരെയും. അപ്പോൾ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിച്ചു. ഇനി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പോൾ സപ്പോർട്ട് വേണം. ആദ്യത്തെ പരിപാടിയാണ്, സിംഗിളായിട്ട് ഡയറക്ട് ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയാണ്. പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ പേര് വെച്ച് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടമാണ്. അപ്പോൾ വെരി താങ്ക്ഫുൾ ഫോർ ദ സപ്പോർട്ട് എല്ലാവരും. മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ റിച്ച് വഴി പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു മലയാളി എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിയ എനിക്ക് ആദ്യം ഒരു ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ എഴുതിയ ഒരു പ്രാർത്ഥന വരികളാണ് ഞാൻ റിച്ചിന് അയച്ചു കൊടുത്തത്. റിച്ചിന് പാടിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നി. പക്ഷെ അത് ഞാൻ പാടിയാലും വേറെ ആരും പാടിയാലും എനിക്കും ഈസും വാസും ഒക്കെ പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു നല്ലൊരു സിംഗറെ കിട്ടിയത്. അദ്ദേഹമാണ് ഈ പാട്ട് ഈ മൂവിക്ക് വേണ്ടി പാടിയിരിക്കുന്നത്, ജിജോ ജോൺ. അദ്ദേഹത്തിന്റെ ഏതാനും വരികൾ അത്യാവശ്യം ഒപ്പിച്ച പാടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മ്യൂസിക്കൽ കീബോർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ജിജോ ജോൺ, ഞാൻ വെസ്റ്റേൺ സോങ്സ് ആണ് കൂടുതൽ പാടുന്നത്. പക്ഷേ മൂവിയിൽ എൻ്റെ ഫസ്റ്റ് ഒരു പ്ലേ ബാക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഒത്തിരി താങ്ക്സ്. എന്തായാലും ആ പറഞ്ഞ ഇംഗ്ലീഷ് സോങ് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. Oh God, oh Lord, I've fallen down like a leaf, my wishes rotten light. No matter what that gave me trials, I ate the forbidden fruit once that broke your heart, I know. Yet don't throw me in darkness, Lord, I follow your way. It is the only way that gives me peace. Bring me now and again. Let me follow your way that's in me. Thank you. നമ്മുടെ ഒരു സിംഗറുടെ ഈ പടത്തിലെ മറ്റൊരു പാട്ട് പാടിയ റിച്ച് മ്യൂസിക് ഇതാണ് അമൽ സക്രിയ. അമൽ സക്രിയ പ്രൊഫഷണലി സിംഗർ അല്ല, അദ്ദേഹം. താങ്ക് യു. എൻ്റെ പേര് അമൻ. ഞാൻ ജിയോ സാർ പറയുന്നതായിരിക്കും കുറെ കൂടെ ഉചിതം. കാരണം എനിക്ക് വേണ്ടി സാർ ഒരു കുറിപ്പ് എഴുതിയിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ഉണ്ട്. എന്നെ പോലെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനെ നിങ്ങൾ കാണുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്. എസ്പെഷ്യലി ഒരുപാട് പേര് എന്താ പറയാ സംഗീതത്തിലേക്കും സ്വന്തം പാഷനിലേക്കും മുന്നിട്ട് ഇറങ്ങുന്ന ഒരു കാലത്ത് പുള്ളിയും ജിയോ ചേട്ടനും റിച്ചിനും ഒരുമിച്ച് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള കൊച്ചു വീഡിയോസ് കണ്ട്
അത് സോർട്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ ഈ പാട്ട് പാടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഒരു പാട്ട് എന്നെ ഏൽപ്പിച്ചപ്പോ ഫെൽറ്റ് റിയലി ഹാപ്പി, ഫെൽറ്റ് വെരി പ്രൗഡ്. അത് തന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. കുറച്ച് നാൾ മുമ്പാണ് എന്റെ റെക്കോർഡിങ് കഴിഞ്ഞതെല്ലാം. പക്ഷെ അതിനുശേഷം പിന്നീട് ചേട്ടൻ തന്നെ വിളിച്ച് അവൻ നമ്മുടെ പടം ഓണാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഹൈ ഭയങ്കര വലുതാണ്. അതിനുശേഷം പ്രൊമോഷൻസിലാണെങ്കിലും സുരേഷ് സാറിനൊക്കെ ഐശ്വര്യ മാം എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ട് ഇവിടെ ഒരു ടീമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഫീലിംഗ് റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. അപ്പോ അതേ സിനിമയിലെ അതേ പാട്ട് എന്നോട് രണ്ടുപേരും പാടാനും കൂടെ പറഞ്ഞു സാർ. ഒരുപാട് സന്തോഷം. ജസ്റ്റ് ഒന്ന് മൂളാം. Hope everyone will take this ahead and this movie will become a great success. Thank you. Okay. And I'm standing right next to the music director. So happy. വഴിയ ഞാൻ കാത്തുവച്ച മൊഴികൾ നീയോ നീ വന്നു കണ്ണുകൾ കാതുകൾ നിറയാതൊഴുകിയോ ഈ വീതി അകലുന്നു ഒരുമിച്ചിരുന്നാൽ പോലും അന്യരായി മാറുന്നു ഈ പോയ ദിനമോ സ്വപ്നമോ നീ അരികിലെത്തുന്ന നാടുകൾ ഇനിയും ദൂരെ ദൂരെ. അങ്ങനെ പോകുന്ന ഗാനമാണ്. താങ്ക് യു സോ മച്ച്. ആദ്യ സിനിമയാണല്ലോ, എന്റെ ഡെബ്യൂട്ട് മൂവി. ഫസ്റ്റ് സിനിമ ആയിട്ട് കൂടി ഇതൊരു ഫീൽ ഗുഡ് ജോണർ പിടിക്കാനുള്ള എന്തായിരുന്നു ആ ഇൻഫ്ലുവൻസ്? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പലതരത്തിൽ ഞാൻ പല കഥകളെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എൻ്റെ ഓൺ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നത് പ്യൂപ്പ എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞൊരു കഥയാണ് ഞാൻ ആദ്യം എഴുതിയത്. അത് ആ പേര് പോലെ തന്നെ പ്യൂപ്പ ആയിപ്പോയി. അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഒരു നന്റെ ഒരു കന്യാസ്ത്രീയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്റ്റോറി ആലോചിച്ചിരുന്നു. അത് ജപമാല എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് ഫുൾ ചെയ്തതാണ്. അതും എനിക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ കൊറോണ ടൈമിൽ നിൽക്കുമ്പോഴാണ് ഞാനും പ്രവാസിയായിരുന്നു കൊറോണയ്ക്ക് മുമ്പ്. അപ്പം കൊറോണ ടൈമിലാണ് ഞാൻ നാട്ടിൽ നിന്ന് വിദേശത്ത് നാട്ടിൽ വരുന്നത്. അപ്പൊ എനിക്ക് ചെറിയൊരു ഇൻസിഡന്റ് എന്റെ വീട്ടില് എനിക്ക് ഉണ്ടായി. എന്നുവെച്ചാൽ ചെറിയൊരു എലമെന്റ്. അപ്പൊ ഞാൻ അത് സ്പാർക്കായിട്ട് എടുത്തു. പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ വിദേശത്ത് വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് നിരവധി ഫ്രണ്ട്സിനെ പരിചയമുണ്ട്, വായിച്ചുള്ള അറിവുണ്ട്, യൂട്യൂബിലുള്ള അറിവുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി എന്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാം ക്ലബ് ചെയ്യാം. അങ്ങനെയാണ് ഈ അജിത്തേട്ടൻ അവതരിപ്പിക്കുന്ന ഈ ഫ്രെഡി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ബേസ് എനിക്കറിയാം. അങ്ങനെ ഒരു സംഭവത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ഇൻസിഡന്റ് എനിക്കറിയാം. ജെറി അഭിനയിക്കുന്ന യാതനകള് പല പ്രവാസികൾ അനുഭവിച്ച് ഞാൻ കേട്ടിട്ടുള്ള അനുഭവമാണ്. പക്ഷെ ഞാനതിന് കുറച്ചും കൂടെ സിംബോളിക് ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ അതിനൊരു വിഷ്വൽ കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ DOP ചർച്ച ചെയ്യും. അങ്ങനെ അതൊരു സിനിമയുടെ ഫോമിലേക്ക് മാറുകയാണ് ചെയ്തത്. ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരുടെ രണ്ടുപേരെയും കണ്ട് സംസാരിക്കാൻ പോകും. പിന്നീട് അതിന് കുറച്ച് ഇംപ്രൈസസും ചേഞ്ചസും ഒക്കെ വരികയും അങ്ങനെ ക്ലാരയുടെ ഇൻപുട്സ് ഉണ്ടായി, ജെറിയുടെ ഇൻപുട്സ് ഉണ്ടായി, DOPയുടെ ഇൻപുട്സ് ഉണ്ടായി, പലതരത്തിലുള്ള ഇൻപുട്സ് ഉണ്ടായിട്ട് ഒരു ഇപ്പൊ കാണുന്ന ജെറിയുടെ ആൾമക്കം എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് റെഫറൻസസ് അവരുടേതെല്ലാം എടുത്ത് ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ 19 തീയതി കാണാൻ പോകുന്ന കഥയിലേക്ക് രൂപപ്പെടുകയാണ്. ഈ ജേണൽ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ഇത് ആരും ചർച്ച ചെയ്യാത്ത എന്ന നമ്മുടെ ഇടയിലെല്ലാം ഉള്ള ഒരു സബ്ജക്ട്. അപ്പൊ അതിന് കുറച്ച് ഒരു മെസ്സേജ് ഉണ്ട് അതിന് കൊടുക്കാൻ. അതൊരു സെൽഫ് അനാലിസിസിന്
ഓരോരുത്തർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെയുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇപ്പൊ കാണുന്ന സിനിമ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ഈ ഒരു ജോൺ പിടിക്കണമെന്നൊരു വാശി അങ്ങനെ ഉണ്ടായിരുന്നില്ല. വളരെ സ്പോണ്ടാനിയസ് ആയിട്ടാണ് ഒരു ദിവസം സുരേഷ് എന്നെ കാണുകയും നീ ആണ് സിനിമയിൽ കയറി എന്ന് പറയുന്നത് കേട്ടത്. ആ ഡിസിഷനിലേക്ക് എങ്ങനെ പെട്ടെന്ന് എത്തിയത്? ഞാന് കുറെ നാളിൽ ഞങ്ങൾ തമ്മിൽ ഈ ചെറിയ കഥാപാത്രത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഡോക്ടർ സുരേഷ് ആണെങ്കിൽ ചെറിയ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒരു മാസക്കാലം അങ്ങനെ ഏറെ കാലത്തോളം ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയും പലപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നുന്നത് സംബന്ധിക്കുകയും അപ്പൊ അദ്ദേഹം അതല്ല ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടെ നല്ലത് വേറൊരു ആംഗിൾ ചിന്തിച്ചുകൂടെ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ കുറെ ഏകദേശം ഒരു മാസക്കാലം ഇങ്ങനെ അത് ഒരു മൈൻഡ് ബ്ലോവിംഗ് ഇടയാക്കി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ഇദ്ദേഹം ഞാൻ കണ്ട ഇദ്ദേഹം ഓൾറെഡി ആവാഹിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിക്കുകയായിരുന്നു, പിന്നെ ചെറിയ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയായിരുന്നു. അത് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളതെന്ന് വെച്ചാല് ഈ കഥ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊരു 4 ഭാഗമായിട്ട് വേണേ നമുക്ക് സിനിമ തിരിക്കാം. ഇന്റർവെല്ലിന് മുമ്പുള്ള 2 ഭാഗം, ഇന്റർവെല്ലിന് ശേഷമുള്ള 2 ഭാഗം. അപ്പൊ ഇത് നമ്മള് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസോ സൂപ്പർ സ്റ്റാർസോ നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാർ ആണ് ഇത് അഭിനയിച്ചതെങ്കിൽ ഈ 4 മേഖലയിൽ വെച്ച് നിങ്ങൾ പ്രീഡിറ്റർമെന്റ് ആയി പോകും ഇത് എവിടേക്കാണ് ഈ കഥ പോവാ. അപ്പൊ ഇതൊരു ക്രൈം ത്രില്ലറിലേക്ക് പോകും, ഇതൊരു സെന്റി സിനിമയിലേക്ക് പോകും, ഇതൊരു ഹാപ്പി മൂഡിലേക്ക് പോകും, അതല്ല ഇത് മൊത്തം കൊളാകും എന്ന് ചിന്തിക്കുന്ന പലതരത്തിലുള്ള വശങ്ങളിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിലുള്ള ആരെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ. അതിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഡോക്ടർ സുരേഷിനെ ചൂസ് ചെയ്തത്. ഈ സബ്ജക്ട് അങ്ങനെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഏകദേശം മനസ്സിലാക്കി നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പലപ്പോഴും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ്. എപ്പോഴും അച്ഛന്മാരായാലും ഫാമിലി ആയിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത പല കുടുംബങ്ങളും തകരുന്നത്. അപ്പം എനിക്ക് സബ്ജക്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും പല തട്ടിപ്പുണ്ട് കേട്ട് ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാകുന്നത്. ആദ്യം റിയലൈസ് ആയിട്ട് ബന്ധപ്പെടുന്ന ഇതാണ് ഈ സബ്ജക്ട്. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. സിനിമയായിട്ട് വളരെ ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. തികച്ചും പറഞ്ഞാല് ഇതൊരു പ്രവാസി കഥയായിട്ട് എടുത്തുകൂടാ, ഇതൊരു വിദേശിയുടെ കഥയായിട്ട് എടുത്തുകൂടാ. ഇത് ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ്. അതാണ് താൻ ഉദ്ദേശിച്ച ചോദ്യത്തിനർത്ഥം. ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി. പിന്നെ എന്നാൽ ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പം ചില ആളുകൾ തിരുവനന്തപുരത്ത് ജോലി ഉണ്ടാവും, താമസം ഉണ്ടാവും. അവരിപ്പോ കാസർഗോഡായിരിക്കും ജോലി ചെയ്യുന്നത്. കാസർഗോഡ് ഇറിഗേഷനിലോ അല്ലെങ്കിൽ PWO എവിടെയെങ്കിലും ജോലി ചെയ്യാം. അവർ ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കലാണ് വീട്ടിൽ വരിക. അവർ വീട്ടിൽ വരുമ്പോ മധുര പലഹാരങ്ങളുമായിട്ടാണ് അവരുടെ കുട്ടികളെ അടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കുറെ മാസങ്ങൾ ഇങ്ങനെ വരുമ്പോ ആ കുട്ടി തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് ആയിപ്പോ. അതായത് എനിക്ക് മധുര പലഹാരങ്ങളുമായി വീട്ടിൽ വരുന്ന ആരാണോ അവരാണ് എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു രാഷ്ട്രീയം, ആ ഒരു അപരിചിതത്തിന്റെ രാഷ്ട്രീയം ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ആ അപരിചിതത്വം സ്റ്റാർട്ട് ചെയ്യാം സിനിമയിൽ. അത് എന്തുവരെ ആ സ്വന്തം വ്യക്തി അയാളുടെ മക്കളോട് പറയേണ്ടി വരുന്ന അവസ്ഥ, എടാ ഞാനാണ് നിന്റെ പിതാവ്, ഞാനാണ് നിന്റെ പപ്പ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമ്മൾ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. 1 or 2 അല്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ സീനിലും ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഒരു വിഷയം ഇല്ലാതെ, ഒരു ടിപ്പിക്കൽ ബന്ധങ്ങളും ഇല്ലാതെ കാണാൻ പറ്റും. അപ്പോ അത് ഈ സിനിമ കാണുന്ന ഒരാൾക്ക് എവിടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താലും ഇത് എനിക്ക് ബന്ധപ്പെട്ടാണല്ലോ, ഇത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാണല്ലോ, ഇത് അവന് ബന്ധപ്പെട്ടാണല്ലോ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും ഒരു സിനിമയാണ്. നമസ്കാരം. ഇങ്ങനത്തെ സബ്ജക്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ വാർത്തകൾ കാണുന്നതാണ്, ചുറ്റുപാട് ആളുകളിലേക്ക് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ സബ്ജക്ട് ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ ഒരു കലാകാരത്തിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം സമൂഹത്തെ റെസ്പെക്ട് ചെയ്യണം എന്നുണ്ടാവില്ലേ? ഈ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്
ഇല്ല, ഒരു ദിവസത്തെ ഷൂട്ടും ചെയ്യേണ്ട സംഭവം ഇതാണ്. ഒരു ലോട്ടറി കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ പഴയ കാലം പറയുന്നുണ്ട്, അത് പറയുന്നുള്ളൂ, കാണിക്കുന്നില്ല, അത് പറയുന്നുണ്ട്. അപ്പോൾ ജെറിക്ക് പൈസ കൊടുക്കാറുണ്ട്, ഞാൻ ജെറിക്ക് പൈസ കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ നാട്ടിൽ വന്ന് എന്റെ കുടുംബം താറുമാറായി, ഭാഗ്യം തിരിച്ചറിയില്ല, ഭാഗ്യം കുറേ ഭാഗ്യം തിരിച്ചറിയുന്ന ഒരു രീതിയാണ്. അപ്പൊ എന്നോട് കഥ പറഞ്ഞു, ചില ജീവൻ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളതാണ്. പക്ഷെ ഞാനത് സ്വന്തം രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഞാൻ അത്ര ഇമോഷണലായിട്ട് ഞാൻ ചെയ്തു. ഞാനിപ്പോൾ ഒരു 10-20 സിനിമ ചെയ്തിട്ടുണ്ട്, നമുക്ക് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, കള്ളനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നല്ല ഇമോഷണായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ജില്ലകളോട് ചെയ്തു. എല്ലാവരും എൻ്റെ ഒരു സോഷ്യൽ മാത്രമല്ല, ഞാൻ കലാകാരന്മാർ ചെയ്യുന്ന സംതൃപ്തി ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവണം എന്നുള്ള സാധനം ആ ഒരു രീതിയിൽ കഥാപാത്രം വ്യത്യാസം കഥ കേട്ടപ്പെടുത്തുന്ന കിട്ടിയാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില അങ്ങനെ ഈ കഥയായിട്ട് ആ ഒരു സിസ്റ്റം ആ ഒരു കഥനെ അല്ല ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മോമെന്റ് കാരണം ആ സംഭവം കഥാപാത്രം മൈൻഡുള്ള ഒരു കാര്യം ഉണ്ടാവും. അത് ഉണ്ട്. അല്ല, അതൊന്നും തന്നില്ല. ഞാൻ 15 ദിവസം കഴിച്ചിട്ട് പറഞ്ഞതിനോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഞാൻ ഇദ്ദേഹത്തിന് ഹോട്ടലിൽ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ കഥ പറയുകയും അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് യാതൊരു ബന്ധമില്ലാത്ത ഒരു സാഹചര്യം ഞാൻ ചെയ്യണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞ് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സീൻ കട്ട് ചെയ്യണം, ഈ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ തന്നെ കട്ട് ചെയ്യണം, കാരണം എനിക്കത് ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു വെച്ച് ഇത് ഈ സിനിമ പോവാണ്, ഈ സീൻ വരുന്നുണ്ട്, ചെയ്ത് തരില്ലേ എന്ന് പ്രത്യേകം ചോദിച്ചു. വേറെ ഒരാളെ പോലും ആ ഒരു വേഷത്തിനോട് വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് മാത്രം, അദ്ദേഹത്തെ കണ്ട് എഴുതിയതും അദ്ദേഹത്തിനോട് മാത്രം ചെയ്യിച്ചായിട്ടുള്ള വേഷം. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കഥാപാത്രങ്ങളെ ചെയ്യാനൊരു കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ്. നമ്മൾ കോമഡി ഔട്ട് ഓഫ് ദ കോമഡി. ഞാൻ ഇന്നത്തെ കുറച്ചായി പറഞ്ഞു, ഞാനൊരു കാര്യമില്ല. പാട്ട് എഴുതുക ആളുകളെ കെട്ടിക്കാൻ ചെറിയൊരു കാര്യമില്ല, അത് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമില്ല. അപ്പൊ കുറെ ആയി ഈ ഫീൽഡിലുണ്ട്. സിനിമയിലോട്ട് താമസിക്കുന്നുണ്ടോ? നിങ്ങൾ സൗഖ്യാതാണോ? എന്റെ സൗണ്ട് വരുന്നത് എല്ലാ അവാർഡിന്റെ കാര്യത്തിൽ വിജയം തേടി വന്നു. ഞങ്ങളുടെ സിനിമ അടയാളം വെച്ചിരുന്നു. അല്ലെങ്കിൽ അമ്മ രാജ്യം വിജയവണ്ണം അറിയിക്കുന്ന നല്ല പാട്ട്, നല്ല കൂടെ ഉള്ളവർക്ക് സിനിമയുടെ ഒരു പാർട്ടിൽ എഴുതാൻ ശ്രമിച്ചു. അതിന്റെ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള അച്ഛന്റെ ഓഫീസിൽ ഞാനൊരു ദിവസം അച്ഛനെ കാണാൻ വെച്ചു. അപ്പൊ മുഷിന് മാറിയില്ലാത്ത ജീൻസ്, ഒരു ചെക്ക് ഷർട്ട്, ഒരു ബാഗ് പുറത്തെടുത്തു, ഒരു തൊപ്പി വെച്ചിരുന്നു. ഞാൻ അച്ഛനെ കാണിച്ചിരുന്നു. എന്നെ കണ്ട വിരുദ്ധമായൊരു പെട്ടെന്ന് ഞാൻ വിളിച്ചത് അച്ഛനോട്, അച്ഛൻ ഞാനാണ് സിനിമ ചെയ്യാൻ പോകുന്ന ഡയറക്ടർ, ഞാൻ എനിക്കൊരു പാട്ട് അച്ഛൻ പറഞ്ഞല്ലോ,
എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ കുറെ നേരം ഇങ്ങനെ നോക്കി. ഞാൻ ഓർത്ത് ഇതിപ്പോ അച്ഛൻ എന്നെ ഇവിടെ പുറത്താക്കാൻ വേണ്ടിയാണോ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അല്പം ഒന്ന് വിഷമിച്ചു. എന്താണ് അച്ഛൻ ചിന്തിക്കുന്നത്? അച്ഛൻ വീണ്ടും എന്നെ നോക്കി. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. എന്താണ് എനിക്ക് മനസ്സിലാക്കി ചെയ്യുന്നത് അച്ഛൻ? അപ്പൊ ഞാൻ അച്ഛനോട് വീണ്ടും ധൈര്യത്തോട് ചോദിച്ചു, അച്ഛൻ എന്താണ് അച്ഛൻ ഇങ്ങനെ നോക്കുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അതിന് ഭയങ്കര സ്പർശിച്ച ഒരു ഡയലോഗ്. അച്ഛൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധ മാതാവിൽ നിന്ന് ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ അന്വേഷിച്ച് ഒരാൾ വന്നു. ആ ആള് നീ തന്നെയാണോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞു. അത് ഞാൻ ഭയങ്കര ഷോക്കായി പോയിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് വെച്ചാൽ അത് ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടോ. പിന്നെ ഞാൻ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പാട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞത് എന്തൊരു അമ്മ ഇതിന് 3 പല്ലവി അനുപല്ലവി ചേർന്നുണ്ട്. അപ്പൊ അതിന് പല്ലവി അനുപല്ലവി ഈ കാര എന്ന് പറഞ്ഞ കഥാപാത്രം, അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം പരിശുദ്ധ മാതാവിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് അമ്മയെ നിർമ്മിച്ചിട്ട് പാടുന്ന രീതിയിലായിരിക്കണം ആ പോർഷൻ അച്ഛൻ എഴുതേണ്ടത്. അത് അച്ഛന്റെ അതിന്റെ സിഗ്നേച്ചർ ആയിട്ട് തന്നെ വന്നു. എന്നാൽ ചരണം എഴുതുമ്പോൾ ഒരു കുട്ടി അവരുടെ മാതാവ് വീട്ടിലില്ലാത്തത് കൊണ്ട് ആ കുട്ടി അവന്റെ സ്വന്തം അമ്മയോട് അമ്മയെ എന്ന് വിളിച്ച് കരഞ്ഞ് ഇങ്ങനെ പരിഭവം പറയുന്ന പോലെ വേണം ആ പോർഷൻ എഴുതാം. ഇങ്ങനെ മാത്രമേ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ. 3 ദിവസം എനിക്ക് തോന്നുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് വരികൾ വാട്സാപ്പിൽ വന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് അച്ഛൻ അത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് നോക്കി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് അതിമനോഹരമായി റിച്ച് ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടറിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീൽ ചെയ്യുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇപ്പോൾ ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. അത് സത്യമാണ്. എല്ലാവരും ആക്ടേഴ്സ് ആണ്. എല്ലാവരും നല്ല റീൽസിലെ ആക്ടേഴ്സ് പോലും നല്ല ആക്ടേഴ്സ് ആണ്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു ഫാമിലിക്കകത്ത് വീട്ടിനകത്ത് പോലും ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാൻസ് വെച്ച് നടക്കുമ്പോൾ തന്നെ എന്നെ പ്രസന്റ് ചെയ്യാൻ തന്നെ പാടുപെടുന്നുണ്ടായിരുന്നു. നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു. പക്ഷെ അറിയുന്നവരും അറിയാത്തവരടുത്തൊക്കെ ചാൻസ് വെച്ച് തന്നെയാണ് സിനിമയിലേക്ക് എത്തിയത്. ആദ്യത്തിൽ ഒരു ക്യാരക്ടർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പലരും തയ്യാറായില്ലായിരുന്നു. ഇത്രയും ഞാൻ സ്കൂൾ ഓഫ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് പോലും ആരും വിശ്വസിച്ച് തരാൻ തയ്യാറായിരുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് സ്ട്രഗിൾ തന്നെയാണ്. 100% സ്ട്രഗിൾ തന്നെയാണ്. പുതിയ ആൾക്കാർക്ക് സീരിയസ് ആയി സിനിമയെ കാണുന്നവർക്ക് സ്ട്രഗിൾ തന്നെയാണ്. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ആ സ്ട്രഗിൾ റിവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. സത്യമാണ്. കാരണം നമ്മൾ ഈ ചെയ്ത സ്ട്രഗിളുകളെല്ലാം പിന്നെ തിരിഞ്ഞ് നമ്മളെ പോസിറ്റീവ് സൈഡിലേക്ക് വരുന്നത് ഗ്രാജുവലി നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ജിജിയുടെ കുറിച്ച്. ഞാനൊരു ചായ ജിജോയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള എന്റെ കൂടെ നടന്നിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടർമാരും ഒരുപാട് പേര് സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സിനിമകളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും കഥയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആർക്കും എന്നെ ഒരു വിശ്വസിച്ചൊരു സ്ട്രോങ് ക്യാരക്ടർ തരാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം അവർക്കുള്ളതാണോ അതോ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ആരും തന്നിട്ടില്ല. പക്ഷെ ഈ ജിജോ എവിടെ വന്നു എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഈ പൗലോകോലി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ച് വർക്ക് ചെയ്ത് ഇന്റൻസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമുക്ക് വർക്ക് ചെയ്യുന്ന പറഞ്ഞ ഒരാള് എവിടെ നിന്നോ വന്നു. എനിക്കറിയില്ല ജിജോ ആരാണ്. പക്ഷെ ആ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു ബോണ്ടിങ്, പെർഫെക്റ്റ് ബോണ്ടിങ് ആയിരുന്നു. പക്ഷെ ജിജോയുടെ അടുത്ത് പോലും ഒരുപാട് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഇത്രയും ഹെവി ക്യാരക്ടർ ഇയാളെ വിശ്വസിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ജിജോ ഒരിക്കലും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എന്റെ ഒരു അസംഷനാണ്. അത് ചോദിച്ചിട്ടുണ്ടാവും. കാരണം ആർക്കറിയില്ല സുരേഷ് പ്രേം എന്ന് പറയുന്ന ആക്ടർ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ റെഫറൻസ് ഒന്നുമില്ല. കുറെ സീരിയൽസിലുള്ള കുറച്ച് വില്ലൻ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിന്നാമിനിങ്ങ സീരിയലിലെ സിനിമയിലെ സുരഭി ലക്ഷ്മി നിറഞ്ഞാടിയ സിനിമയിലെ സൈഡിലേക്ക് ചെയ്യപ്പെട്ട ഹീറോ. അത്രേ ഉള്ളൂ. മരുമകൻ എന്നുള്ള മകളുടെ ഭർത്താവ്, അവളുടെ കാമുകത്തിന്റെ ഭർത്താവായി നടന്ന ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ പെർഫോം ചെയ്യാൻ സ്പേസ് വളരെ കുറവാണ്. പക്ഷെ ആ ക്യാരക്ടർ അവിടെ ഉണ്ട്.
അത് സുരേഷ് ബാബു ആക്ടറെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമൊന്നുമല്ല. പക്ഷെ എന്നിട്ട് ജിജോ എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടറിന്റെ ഇമോഷൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഇമോഷൻസ് അതിഭീകരമാണ്. ഇത് എന്നെ കൊണ്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം ഈ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇബ്രാഹിം, അതെനിക്ക് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. താങ്ക്സ് അലോട്ട്. ഞാൻ അഡീഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സോറി. ഈ ഡോക്ടർ സുരേഷ് ഞങ്ങളുടെ വേണ്ടി ബന്ധം ആരംഭിച്ച ശേഷം അതിന് ശേഷമാണ് ഞാൻ ഈ സിനിമയിൽ ഒരു സീക്വൻസ് സെറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം കഥയെല്ലാം നേരത്തെ കഴിഞ്ഞു. പക്ഷെ ഒരു ഡ്രീം സീക്വൻസ് എനിക്ക് ഇതിനകത്ത് വെക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം എങ്ങനെയാണ് ഇദ്ദേഹം ലവിനെ ചേസ് ചെയ്യുന്ന ഡ്രീം. അപ്പൊ അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പല മാസികകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ബാലുമഹേന്ദ്ര സാറ് കമലഹാസനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഒരു കസാരയെ പോലും പ്രണയിക്കാം, ഒരു കസാരയെ പോലും നിനക്ക് വേണമെങ്കിൽ പ്രണയിക്കാം. അപ്പൊ ഞാൻ അന്ന് മുതലേ ആലോചിച്ചു, ചെറുപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു കസാരയെ പ്രണയിക്കാൻ പറ്റുന്നത്. അപ്പൊ ഡോക്ടർ സുരേഷിനെ കണ്ടതിന് ശേഷമാണ് ഞാൻ ആ സീനിൽ ഈ മൂവി റിലീസത്. ഡോക്ടർ സുരേഷ് അതിഗംഭീരമായി ഒരു കസാരയെ പ്രണയിക്കുന്ന സീനുണ്ട് ഈ സിനിമയിൽ. ഒരു കസാരയെ പ്രണയിച്ച് ചൊപ്പിക്കുന്ന സീനാണ്. അത് നിങ്ങൾ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു തിയേറ്റർ ആർട്ടിസ്റ്റിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങൾ പോകും. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ സുരേഷിന് ആ ഒരു ടാസ്ക് കൊടുത്തത്. പക്ഷെ ഇനിയും ഒരുപാട് അഭിനയിക്കാവുന്നതാണ് സിനിമയിൽ പുതിയതായിട്ട് സംഭവിക്കുന്നതായ ഇത് ജെറിയുടെ മാത്രം കഥയാണ്, സിനിമയുടെ കഥയുടെ ഒരു എല്ലാ മിക്ക കുടുംബങ്ങളിലും പുരുഷന്മാരിലെ പുറത്തുപോയി കാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. വീട്ടിലെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ഈ കുടുംബങ്ങളുടെ കാര്യം ചെയ്യുന്ന ആ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളും ആ സന്തോഷങ്ങളിലും അതൊക്കെ ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അത് പ്രഷർ ഒരു പ്രഷർ ജീവിതമാണോ? ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞങ്ങളെ വളർത്താൻ, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, ഹോട്ടലിലെ കാര്യങ്ങൾ നോക്കാൻ, വീട് പണി നടക്കുന്ന സമയം അതിന്റെ കാര്യങ്ങൾ നോക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അമ്മ പോകുന്നു, അമ്മ ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറുതേ ഞാൻ കണ്ടു വളർന്ന ആ ഒരു അമ്മയുടെ ഫേസും അമ്മയുടെ സ്ട്രഗിളുമാണ് എന്റെ മുന്നേറ്റം. ലക്ഷ്മിയുടെ കുഞ്ഞുനാളിൽ ലക്ഷ്മി ഞാൻ ചികിത്സയുടെ എല്ലാമേ കുറച്ച് പാടി നിർത്തും. മോന്റെ കുഞ്ഞുനാളിൽ ഞാൻ അറിയാതെ ചെയ്യണമായിരുന്നു. ജിജോയാണ് കൊച്ചിനെ എനിക്ക് അറിയാം. ആ ബന്ധം വെച്ചിട്ട് ഞാൻ റിച്ചുവിന് എന്റെ ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ജിജോ പാടിയ ഞാനൊരു പ്രോസ് ഒരു ഇംഗ്ലീഷ് കവിത പോലെ ഞാൻ എഴുതി തന്നു. ജസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, എന്റെ ഒരു പ്രാർത്ഥന പോലെ ഞാൻ എനിക്ക് തോന്നിയ സമയത്ത് എഴുതി വെച്ചതാണ്. അത് ഞാൻ ജസ്റ്റ് റിച്ചുവിനൊന്ന് അയച്ചു കൊടുത്തു. ബന്ധം വെച്ചിട്ട് ഞാൻ റിച്ചുവിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് മ്യൂസിക് ചെയ്ത് നോക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അതിമനോഹരമായി ജിജോ പാടിയ പോലെ തന്നെ അതിൽ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഇംഗ്ലീഷ് സോങ് ആയിട്ടാണ് അത് കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ നമ്മുടെ ടൈറ്റിൽ സോങ്, ഇതിനകത്തൊരു മാറ്റമില്ല. അങ്ങനെ നമ്മുടെ സിനിമ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു പ്രയർ സോങ്ങോട് തന്നെയാണ്. അങ്ങനെ
ബാക്കിയുള്ളവരൊക്കെ അമ്പില്ലാത്ത അങ്ങോട്ടേക്ക് പോയി കൂട്ടുകാരോട് കളിക്കാൻ പോകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ആയിട്ടില്ല. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് വായിക്കും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആവാൻ ഉള്ള സംഭവമായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നെ അങ്ങനെ ഇതാക്കാൻ വേണ്ടി ഞാൻ വെച്ചാൽ അങ്ങോട്ട് പറയാതെ ഞാൻ മനസ്സിലാക്കി പാട്ട് കൊടുത്ത് അങ്ങനെ സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തുടങ്ങുന്നത് വീട്ടിലെ ലാൻഡ് ഫോൺ ഓരോ ദിവസം ഓരോ നോട്ട് കഴിഞ്ഞിട്ടാണ് ഞാനപ്പോൾ അതിൽ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതിനകത്ത് പാട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യും. വായിച്ച് റെക്കോർഡ് ചെയ്യും. പിന്നെ അങ്ങനെ ഫോൺ വിളിച്ചു വേറെ ഫോൺ വിളിച്ചു ഞാൻ വന്നിട്ട് വായിച്ചു അതെന്താ വായിച്ചു അപ്പൊ അതിലൊന്ന് നേരിട്ടുപോയി. അപ്പൊ അത് നോക്കിയത് പോലെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കാൻ വിടണം, എന്തെങ്കിലും പഠിപ്പിക്കാൻ വിടണമെന്ന് പറഞ്ഞു. ഞാൻ അഞ്ച് നിർബന്ധിച്ചിട്ടാണ് ഞാൻ പിയാനോ പഠിക്കാൻ തുടങ്ങി. പിയാനോ പഠിച്ച് ഞാൻ പിയാനോ ഡിഗ്രി ചെയ്തായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗ്രേഡ് എക്സാം ചെയ്യുന്നത്. ഗ്രേഡ് ചെയ്തു പിയാനോ മ്യൂസിക് തിയറി. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് ആയപ്പോഴാണ് എൻ്റെ ആദ്യമായ സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് 50 കീബോർഡ് അപ്പം അങ്ങനെ ആദ്യമായ ദിവസം ഞാൻ അങ്ങോട്ട് തിരുവനന്തപുരത്താണ്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം തിരുവനന്തപുരത്ത് ഒരു വണ്ടി വന്ന് കോട്ടയത്ത് ഇറങ്ങി. വണ്ടി ആക്കാൻ ഇറങ്ങിയപ്പോൾ അങ്കിൾ വന്നിട്ടുണ്ട്. അങ്കിൾ വന്നിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്കിൾ വന്നില്ല. അപ്പം എൻ്റെ മൊത്തം ഓക്കെ അങ്ങനെ വീട്ടിലപ്പോ എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞ് പോകുന്നതൊക്കെ അന്ന് പറയും ആൻറ്റി എന്നൊക്കെ ചെറിയൊരു എൻവലപ്പ് പോകുന്നപ്പോൾ സ്റ്റുഡിയോ 1 എന്ന് പറഞ്ഞ മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറിന്റെ ഒഫീഷ്യൽ സിഡി ആയിരുന്നു. അതാണ് എനിക്ക് അങ്കിളാണ് തന്നത്. അപ്പോൾ അപ്പൊ തന്നെ ഞാൻ ആദ്യം പോകേണ്ട ഒരു ലാപ്ടോപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് അപ്പൊ തന്നെ സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പൊ അങ്കിൾ എനിക്കത് ബൈ ചെയ്ത് എനിക്കത് സിഡി തന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ആ സെയിം സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഒരു വർഷമായി. അപ്പൊ അതാണ് ശരിക്കും മ്യൂസിക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ പിന്നെ ആ സോഫ്റ്റ്വെയറിൽ തന്നെ ഞാൻ ഞങ്ങളെ പള്ളിയിൽ ഒരു പെരുമാറ്റത്തിനൊക്കെ കരോക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഞാൻ കരോക്ക ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ പറയാൻ കുറച്ച് അങ്ങനെ ഞാൻ കരോക്ക ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ ഏറ്റവും ചെയ്ത് എനിക്ക് എന്ത് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കീബോർഡില്ല അപ്പോൾ 30 സിസ്റ്റം നമുക്ക് ലാപ്ടോപ്പിന്റെ പീസിൽ വായിച്ച് റെക്കോർഡ് ചെയ്യും. വ്യത്യാസം അത് വായിക്കും. ഞാനങ്ങനെ അതിന് വായിച്ച് പാട്ടൊക്കെ പോരാനേ ചെയ്യും. അതാണ് ഇപ്പോഴും എനിക്ക് വളരെ ഓരോ ദിവസമുള്ള പാട്ടിന്റെ കണക്ക് ഞാൻ അങ്ങനെ ചെയ്ത അതാണ് ഇപ്പോഴും ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതിന്റെ ഇൻസ്പിറേഷനാണ്. അങ്ങനെ ഓരോ ചെയ്യും പിന്നെ നോക്കുമ്പോൾ പാട്ടായിട്ട് വരുമ്പോൾ അതൊക്കെ ഇൻസ്പിറേഷൻ. പക്ഷെ ഞാൻ എനിക്ക് ഞാൻ നടക്കാൻ പറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് സമയം കഴിയാൻ അങ്ങനെ ശ്രമിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു വലിയ വിഷമമാണ് എനിക്ക്. ഏറ്റവും കൂടുതലുള്ള വിഷമമാണ് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ പൊട്ടിക്കാനൊക്കെ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കണം അതാണ്. പക്ഷെ ഞാൻ ഈ കൂടുതൽ സമയം അങ്ങനെ അൺഎക്സ്പെക്റ്റഡാണ് എനിക്ക് അങ്ങനെ പോയി. കോവിഡ് ടൈമിലാണ് അതിൻ്റെതായി പെട്ടെന്ന് ഉണ്ടാക്കി. ആ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലം ഞാൻ ഒരു പാട്ട് മാത്രമേ ഈ കരൊക്കെ ഒരു പാട്ടിനെ തട്ടിപ്പിടിച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഓർമ്മിക്കുന്നു ഇൻസ്പിറേഷൻ ചിന്തിക്കാൻ പറ്റുന്നു. അന്തരായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു വിഷമം എപ്പോഴും ഇതൊക്കെയാണ് ഇൻസ്പിറേഷൻ പിന്നെ ഫാമിലി സ്വാമി കർണാടകത്തിൽ അങ്ങനെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ പാട്ട് എഴുതും പിന്നെ അങ്ങനെ പറയുന്നത് എൻ്റെ ഒരു ഫാമിലി വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പിന്നെ ദൈവത്തെ
ശുശ്രൂഷ